ഈ വീടെന്ന് പറയുന്നത് ഞാൻ ദീപാ എസ് പണിക്കർ, ഇത് സഹദേവ മന്ദിരം. ഈ വീടെന്ന് പറയുന്നത് 1960s വെച്ചതാണ്. 1960s കേട്ടോ. നമ്മൾ ഇവൻ്റെ കൂട്ട് പ്രാന്തുള്ളവർ വല്ലതുണ്ട്. നമ്മുടെ വീട് ഇങ്ങനെ കിടക്കുന്നത് മനസ്സിലായില്ലേ. നമ്മൾ തൂക്കുകയും വാരുകയൊക്കെ ചെയ്യും. അവനാ മെൻ്റൽ പ്രാന്ത്. അവനും എൻ്റെ പെണ്ണുപിള്ളയും കുറച്ച് രാവിലെ എന്തെങ്കിലുമൊക്കെ വെച്ച് അവിച്ച് തിന്നേച്ച് ഇങ്ങനെ നടക്കുക ജോലി. അവിച്ച് തിന്നുക, ഇങ്ങനെ ഇരിക്കുക, വല്ലവരുടെയും കുറ്റം പറയുക, ഇങ്ങനെ അയലത്തുകാരുടെ കൊതിയും നുണയും പറയുക, സ്റ്റോക്ക് ചെയ്യുക, യൂട്യൂബ് അത് ഇതെല്ലാം നോക്കി ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ വെറും തേർഡ് റേറ്റ് ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത്രയാണ് ഇവൻ, മനസ്സിലായില്ലേ. ഇതാണ് എൻ്റെ വീട്. ഹിയർ ഐ ആം. This is me, Deepa S. Panikkar here. This is my house, you all know. Not anywhere else. വേണ്ട ഓക്കെ. നമുക്ക് ജോലിയൊക്കെ ഉണ്ട്. നമ്മൾ ജോലിയൊക്കെ ചെയ്ത് നമ്മുടെ കാര്യം നോക്കിയിരിക്കുക. ഇതാണ് എൻ്റെ വീട്, മനസ്സിലായോ. അവനാണ് ക്രിമിനൽ പ്രാന്തുമായിട്ട്, നിങ്ങൾ കണ്ടില്ലേ, ക്രിമിനൽ പ്രാന്തുമായിട്ട് നടക്കുവാൻ. അവന് ക്രിമിനൽ പ്രാന്താണ്. അവന് സാധാരണ പ്രാന്തല്ല. അവനെ ചികിത്സിച്ചാലൊന്നും അവന് ചികിത്സയൊന്നുമല്ല വേണ്ടത്. അവനെ ജയിലിൽ കൊണ്ടിടണം. ഇങ്ങനെയുള്ളവരെ, ഈ ക്രിമിനൽ പ്രാന്തുള്ള ഒത്തിരി ഉണ്ട്. ഈ അയലത്തുള്ള കുറേ എണ്ണം ഇങ്ങനെ എൻ്റെ നേരെ ക്രിമിനൽ പ്രാന്തുമായിട്ട് നടക്കുക. ഇവന്മാരെ ജയിലിലുള്ള ഒരു കാലം കൊണ്ടിടണം. അത് താമസിയാതെ നടക്കും, മനസ്സിലായോ. ഇവന് മുഴുപ്രാന്ത, ക്രിമിനൽ പ്രാന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്തോന്ന് വെച്ചാൽ ക്രിമിനൽസിൻ്റെ തലച്ചോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനിക്കുമ്പോഴേ അതാ. കട്ട് തിന്നുന്നവന് കട്ട് തിന്നാലേ രസമുള്ളെന്ന്. കട്ട് തിന്നുന്നവന് കട്ട് തിന്നില്ലെങ്കിൽ വലിയ വിഷമം. അങ്ങനത്തെ ഇവൻ കട്ട് തിന്നണം അവന്മാർക്ക്. സാധാരണ രീതിയിലല്ല വയർ ചെയ്തിരിക്കുന്നത് ക്രിമിനൽ ബ്രെയിൻ എന്ന് പറയുന്നത്. നേരെ ഉൾട്ടാ വയേർഡാ, മനസ്സിലായോ. ഉൾട്ടാ വയേർഡ് ആക്ച്വലി. അങ്ങനെയുള്ളവനാണ് ഇവന്മാരും ഇവളുമാരും ഒക്കെ. ഈ ക്രിമിനൽസ് നേരെ ചൊവ്വയല്ല ഇവളുമാർ. ജനിച്ച സമയത്തിൻ്റെയാണ് ഈ എന്താ പറയുന്നത്, തലതിരിഞ്ഞ നേരത്ത് ജനിച്ചെന്ന് പറയത്തില്ലേ. തലതിരിഞ്ഞ നേരത്ത് ജനിച്ച തേർഡ് റേറ്റ്സാണ്. തലതിരിഞ്ഞ നേരത്ത് ജനിച്ച തേർഡ് റേറ്റ്സ്. ഇങ്ങനെ നടക്കുക നാണോ മാനോ ഇല്ലാതെ. ഇതുപോലൊരു നാണോ മാനോ ഇല്ലാത്തവനെ കാണാൻ കിട്ടത്തില്ല കേട്ടോ. 11:30 ഓക്കെ. ഇപ്പോൾ ഇന്ന് 5th നവംബർ 11:30